ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ്. നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു പക്ഷേ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ അവരെ കുറിച്ചിട്ട് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലുള്ളത്, ഇതൊന്നും തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു യാത്രയാണ്. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്, അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ വരുന്ന എനർജി, സിറ്റുവേഷൻ, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, ഒരു നല്ല ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ഡീപ്പ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾ കണക്ട് ആവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ജനറലിസ്റ്റ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് മജീഷ്യൻ ആണ്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് ആദ്യമേ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് രീതിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ വേണം, നിങ്ങൾ ലൈഫ് ലോങ് ആ ഒരു പേഴ്സന്റെ കൂടെ ഉണ്ടാകണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ്. നിങ്ങളുടെ നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു രീതിയിലും നിങ്ങളെ പൂർണ്ണമായിട്ടും കൈവിട്ട് കളയാനായിട്ട് സാധ്യമല്ല എന്നൊരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കാം. ചിലവരുടെ കേസിൽ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനും ഉണ്ടായിരിക്കാം. അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ജീവിതമാകുന്ന പാഠത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു വില പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ലൈഫിൽ നിന്ന് വേദനിപ്പിച്ചിട്ട് കടന്നുപോയ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും രീതിയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വന്നിട്ട് മാറിപ്പോയതാണെങ്കിലോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കേസ് എന്താണോ ആ ഒരു രീതിക്ക് നിങ്ങളെ ഒന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ പോയ വ്യക്തികളാണെങ്കിൽ ആ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കാനോ നിങ്ങളുടെ ഒരു ഭാഗം കാണാനോ ഒന്നും പെട്ടെന്ന് ഈ ഒരു സമയം വന്നപ്പോൾ, ഒരു വഴക്കോ പ്രശ്നങ്ങളോ വന്നപ്പോൾ പൂർണ്ണമായിട്ടും കാണാതെ മാറിപ്പോയ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും തന്നെ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഈ ഒരു ബന്ധത്തിന്റെ തീവ്രത, നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി, ഇതെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്.
അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗം തന്നെ ആയിരുന്നു നിങ്ങൾ എന്നുള്ള ഒരു സത്യം പോലും ഈ ഒരു മാറി നിന്ന സമയത്താണ് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും. കാരണം പൂർണ്ണമായിട്ടും വിട്ടുകളയാനായിട്ട് അവർക്ക് ഒരിക്കലും സാധ്യമല്ല. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വളരെയധികം ഇപ്പൊ ആ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ശുദ്ധമായ ഒരു ഹൃദയത്തോടു കൂടി തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം പകുതി നൽകി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവർ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. അവർ എന്തായാലും ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സാധിക്കുന്നുണ്ടാവുകയില്ല. അപ്പൊ ഒരു പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് ഒന്നിക്കാൻ പറ്റാത്തൊരു ബന്ധവും ആകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തടസ്സങ്ങളായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫാമിലി തന്നെയായിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് രീതിയിലാണോ നിങ്ങളുടെ ബന്ധം വരുന്നത് ആ ഒരു രീതിക്ക് തടസ്സമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തടസ്സമായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പറ്റാതെ, പക്ഷെ എന്നാൽ പോലും മനസ്സ് നിറയെ സ്നേഹവുമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം നിങ്ങളോട് ഈ ഒരു സമയത്ത് അവർ തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളെ മിസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനത്തേക്കുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അവരുടെ കൂട്ടില് അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടിനായിട്ട് അവർക്ക് ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ ഒന്നും തന്നെ അവരുടെ കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥ. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. മാനസികമായിട്ട് അവർ ഒരുപാട് തകർന്നു നിൽക്കുകയാണ്. കാരണം അവരുടെ ലൈഫിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അകൽച്ച എന്ന് പറയുന്നതും അവർക്ക് ഒരു രീതിയിലും accept ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷേ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ഇല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. okay. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഒരു presence ഇല്ലായ്മ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത്യധികം വേദന ഇവരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഓരോ നിമിഷവും നിങ്ങളുടെ ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് തോട്ട്സ് ആണ് സത്യത്തിൽ ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവരുടെ ചിന്തകൾ മുഴുവനും കാട് കയറുകയാണ്. കണ്ണ് തുറന്ന് ഇവർ നോക്കുന്നില്ല, മൊത്തം ചിന്തകളിലാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഓവർ തിങ്കിങ് പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് നമുക്കിവിടെ. ഒരുപാട് സന്തോഷിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡൗൺ ആയിട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇവരുടേത്. ഇവർക്ക് ഒരുപാട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ട് ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു ഹാപ്പി മൂഡിൽ നടക്കണം. അതാണ് ഇവരുടെ ഒരു ആഗ്രഹം. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത് ഭയങ്കരമായ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇവരെ മുന്നോട്ടേക്ക് ഒരുപാട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങളുടെയും കൂടെ ഒരു ആബ്സെൻസ് ഇവരുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഇവർക്ക് ഒരു രീതിയിലും ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു തീവ്രത ഇവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണത്. Two of Swords ആണ് വന്നിരിക്കുന്നത്. again same തന്നെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു സമയത്ത് അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സമയത്ത് ഇവർ തീർത്തും പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്തില്ല. അന്നേ നല്ലൊരു തീരുമാനം എടുത്ത് നിങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജ് ഇവർക്ക് ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നൊരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ഇവർ കണ്ണ് കെട്ടി നിന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ശബ്ദിക്കാനൊന്നും പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു പേഴ്സൺ ആ ഒരു സമയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ അതായിരുന്നിരിക്കാം. മേ ബി ചിലവരുടെ കേസിൽ അവർക്ക് ഒരു പക്ഷെ അന്നേരം ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയിരുന്നിരിക്കാം. അതൊരു പക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. മറ്റു ചില വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടും ഇവരായിട്ട് തന്നെ സൈലന്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം അവർ അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്ത ഈ ഒരു വ്യക്തിയെ ഒരുപാട് ഇപ്പൊ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു two of swords എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിന്നിരുന്ന ഒരു അവസ്ഥയെ ഓർത്തിട്ട് ഇവരിപ്പോൾ ഒരുപാട് വേദനിക്കുന്നു.
ഇവരിപ്പോ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്പെൻഡ് ചെയ്ത നല്ല മൊമെന്റ്സ്. നമുക്ക് അഗെയിൻ സെയിം തന്നെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവർ നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇവർക്കൊരു പരിവർത്തനം, മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇവരുടെ ക്യാരക്ടറിന്, ചിന്താഗതികൾക്ക് എല്ലാം തന്നെ മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങളുടെ സ്നേഹത്തിലേക്ക് പൂർണ്ണമായിട്ടും നോക്കി അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വൈകാരികമായ ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു പുതിയ ജീവിതം തുടക്കം കുറിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ടുണ്ട് ഇവര്. യാതൊരു രീതിയിലും മനസ്സിനെ ഇനി വ്യതിചലിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ആണ് അവരിപ്പോ എടുത്തിരിക്കുന്നത്. അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിലും വിഷമങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തിയും ഒരു കാരണമായല്ലോ എന്നുള്ള ഒരു ചിന്ത ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു സിറ്റുവേഷൻസിനെല്ലാം തന്നെ എത്രയും വേഗം ഒരു മാറ്റം കൊണ്ടുവരണം. ഈ ഒരു ഭാരം ഇനിയും ചുമന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധ്യമല്ല. അത്രത്തോളം വേദനകൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അനുഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷേ ഇവരുടെ ഒരു past life എന്ന് പറയുന്നത്, നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് അത്യധികം ഭയങ്കര ദുർഘടമായിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നിരിക്കാം. ആ ഒരു സമയത്തായിരിക്കാം നിങ്ങളെ ഈ ഒരു വ്യക്തി പരിചയപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമുള്ളവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സക്സസ് ആയിട്ട് പോയ വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകവേ ഒന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വാക്ക് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം. മറ്റു ചിലരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ പുറത്തു നിന്നുള്ള ആ ഒരു വ്യക്തികളുടെ സ്വാധീനവും എല്ലാം കൂടെ വന്നപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യെസ്, നമുക്കിവിടെ 3 ഓഫ് കപ്സ് ആണ്. നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഒരു വ്യക്തികളാവാം, ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലവരുടെ കേസിൽ ഫാമിലി തന്നെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും മാറി ഇവരൊരു തീരുമാനം എടുത്തില്ലല്ലോ. ആ ഒരു സമയത്ത് എടുക്കേണ്ട തീരുമാനം അന്നേരം തന്നെ എടുക്കേണ്ടതായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു വേദനകൾ സഹിക്കേണ്ടി വരില്ലായിരുന്നു. മറ്റു ചിലരുടെ കേസിൽ അവർ ചിന്തിക്കുന്നത് അവർക്ക് അന്നേരവും decision എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും അവരെക്കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു ചിന്ത. അത് അവരെ ഭയങ്കര ഒരു ദുഃഖത്തിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ദുഃഖത്തിനെല്ലാം തന്നെ പരിവർത്തനം സംഭവിക്കണം, അല്ലെങ്കിൽ മാറ്റം സംഭവിക്കണം എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പൊ നിങ്ങളുടെ person നിൽക്കുന്നത്. നിങ്ങളുടെ relationship എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തിൽ, ആഘോഷത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിനെ അതേ depth ഓട് കൂടി തന്നെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളത്. Sun ആണ് വന്നത്. ഓൾറെഡി വന്ന കാർഡ് വീണ്ടും പോയിട്ട് ഞാൻ ഒന്നുകൂടെ എടുത്തതാണ്. അപ്പൊ വീണ്ടും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു സൺ പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്നേഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. കാരണം ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഉറച്ച ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ നിങ്ങളെയും ഈ ഒരു വ്യക്തിയെയും പിന്തിരിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ രണ്ടും രണ്ട് വഴിയിലേക്ക് ആക്കാനായിട്ടോ ഈ ഒരു ദൈവിക ശക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എത്രത്തോളം പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എന്ന് പറയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വെളിച്ചം കടന്നു വരാനായിട്ട് പോവുകയാണ്. നിഷ്കളങ്കമായ ഒരു മനസ്സോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ ഇപ്പോഴും തുടരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു correct ആയിട്ടുള്ള strong ആയിട്ടുള്ള decision എടുത്തുകൊണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ, ഫാമിലി ആയാലും മറ്റെന്തൊക്കെ തടസ്സങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു person നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരികയാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ള യാത്ര. Yes, 2 of wands ആണ്. അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങി. അവർ ഏത് രീതിയിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു തീരുമാനം, അതായത് correct ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ ഒരു direction എങ്ങനെ വേണം എന്നൊരു പ്ലാനിങ്ങിലാണ്. ഇത്രയും നാളും അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, വൈകാരികമായ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർ ശങ്കിച്ചു നിൽക്കുന്ന ഒരു situation അവർക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ശങ്കയെല്ലാം തന്നെ വിട്ടിട്ട് അവർ ആ ഒരു correct proper ആയിട്ടുള്ള decision എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴികളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഏത് രീതിയിൽ വേണം, കാരണം തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു നിമിഷം phone എടുത്ത് ചിലപ്പോൾ നിങ്ങളെ വിളിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. അവരുടെ ഒരു situation base ചെയ്തായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിക്ക് തന്നെ വേണം.
അല്ലെങ്കിൽ വന്നിട്ട് തിരിച്ചു പോകാനോ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകാനോ ഇവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. യെസ്, കറക്റ്റ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് wands ആണ്, കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ മനസ്സിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർ നിങ്ങളോട് പറയണമെന്ന് അവരുടെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനൊന്നും ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളിൽ പല വ്യക്തികൾക്കും കറക്റ്റ് ആയിട്ട് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം അത്. ഇവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇവർ നിങ്ങളിലേക്ക് എത്താത്തത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം. പക്ഷെ എങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു വ്യാകുലതയും ആ ഒരു ഭയവും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ ലൈഫിലേക്ക് തിരിച്ചു കിട്ടുകയില്ലേ, ഈ ഒരു ചിന്തകളൊക്കെ ആയിരിക്കാം നിങ്ങളെ കൊണ്ട് കൂടുതലായിട്ട് ചിന്തിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് പലപ്പോഴും ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ഇവരുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ ആയിട്ട്, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് വേദന സമ്മാനിച്ചു പോയല്ലോ എന്നൊരു ചിന്ത. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു എനർജിയിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഭയങ്കരമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും ചതിച്ചു പോയ ഒരു വ്യക്തികളുടെ എനർജി അല്ല. എങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദനിപ്പിച്ച വ്യക്തികൾ തന്നെയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് നിങ്ങളെ ചതിച്ചു പോയ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നില്ല. എങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു പേഴ്സൺ തന്നെയാണ്. അവർക്കൊരു ഡിസിഷൻ എടുക്കാമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കാമായിരുന്നു. പക്ഷെ അവർ അന്നേരം അത് എടുത്തിട്ടില്ല. അത് കറക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും വേണ്ട, നിങ്ങളെ പൂർണ്ണമായിട്ടും ചതിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചതിക്കാനായിട്ട് തന്നെ വന്ന വ്യക്തികൾ ആ ഒരു രീതിയിലല്ല നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായും നിങ്ങളോട് സ്നേഹമുണ്ട്. ഒരു ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. 10 ഓഫ് swords ആണ്. തീർത്തും ഒറ്റപ്പെടലാണ്, നെഗറ്റീവ് എനർജിയാണ് again വന്നിരിക്കുന്നത്. ഇവർ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ആ ഒരു വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ. നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ എങ്കിലും ഇവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കാരണം നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആദ്യമേ തന്നെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്കും അതൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ പോലെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും അവരുടെ മനസ്സിൽ എന്നെന്നും നിങ്ങൾക്കുള്ള സ്ഥാനം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ് എന്നുള്ള കാര്യങ്ങളും ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ മനസ്സിൽ എന്നും തുളുമ്പി നിൽക്കുന്ന ഒരു സ്നേഹമായിട്ട് തന്നെയാണ് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു സമയം എന്ന് പറയുന്നത് അവർ തീർത്തും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അതായത് അവരുടെ കൂടെ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും തന്നെ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും തന്നെ ഈ ഒരു വ്യക്തിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. അവരെപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്. ഒരു പുതിയ തുടക്കം, Ace of Swords ആണ്. ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ബുദ്ധിപൂർവ്വം എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തേർഡ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ആളുകളുണ്ട്. നിങ്ങളെ ഒരിക്കലും ഒന്ന് ചേരരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിപൂർവമായിട്ട് ആലോചിച്ചതിന് ശേഷം correct ആയിട്ടുള്ള ഒരു decision കണ്ടെത്തിയിട്ട്, വെറുതെ വന്നിട്ട് പോവുക എന്നുള്ളതല്ല, correct ആയ ഒരു decision കണ്ടെത്തി അതിലൂടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം. അത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഒരു success ലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ ഇപ്പോൾ പോകുന്നത്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായിട്ട് ഇവർ ആകപ്പാടെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ആടി ഉലയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറണം. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണ് ഇവരെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിനെല്ലാം തന്നെ ഈ ഒരു വാള് കൊണ്ടിട്ട് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരണം. ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലുള്ളത്. 7 ഓഫ് wands ആണ്. ഇവർ ഒരുപാട് നിങ്ങളെ പ്രേ ചെയ്യുന്നുണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ again റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറേ കാർഡുകൾ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു തോട്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ചിന്തകൾ, അതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഒരു ഒറ്റപ്പെടല്, അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ എനർജി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. again നമുക്ക് അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുമായിട്ട് കോൺടാക്ട് ഇല്ലാതെ നിൽക്കുന്ന സമയമാണെങ്കിൽ ഇവർ നിങ്ങളെ മറന്നുപോയോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയപ്പോഴേക്കും നിങ്ങളെ ചീറ്റ് ചെയ്തോ എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹം തന്നെയാണ്.
അവരുടെ ഹാർട്ട് ചക്രാസ് എല്ലാം തന്നെ ഓപ്പൺ ആണ്. ആ ഒരു ചക്രാസ് എല്ലാം ഓപ്പൺ ആയതിന്റെ ഭാഗമായിട്ട് അവർ നിങ്ങളെ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഒരിക്കലും വിട്ടു പോവരുത്, തിരിച്ചു ലഭിക്കണമെന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ഇവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവരുടെ കൂടെ നിൽക്കുന്നവരൊന്നും അത് അറിയുന്നുണ്ടാവില്ല. മറ്റുള്ളവരോട് ഇവർക്ക് ഒന്നും തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ്. പുറമേ മറ്റൊരു രീതിയിലാണ് അവർ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഭയമാണ് അതിനുള്ള കാരണം. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഫാമിലി ഒക്കെ എതിർപ്പ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പുറത്ത് നിൽക്കുന്ന വ്യക്തികളോട് ഇവർ പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹം ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരിക്കലും അല്ല, ഇവർ ഉള്ളിലാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇവർക്ക് നിങ്ങളെ നേടണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. ഒരിക്കലും വിട്ടുകളയുക എന്നുള്ളതല്ല ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെയാണ് ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം. അപ്പൊ ഈ ഒരു രീതിയാണ് ഇവരുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെസ്, വേൾഡ് ആണ് വന്നിരിക്കുന്നത്. സന്തോഷവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞൊരു ബന്ധം. അത് തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. കാർഡുകളിൽ നമ്മുടെ ഏറ്റവും പോസിറ്റീവ് ആയ ഒരു എനർജിയാണിത്. അതായത് എല്ലാം സ്വന്തം മുന്നിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ, എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം സന്തോഷവും സമൃദ്ധിയും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. മനസ്സിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു പിഴവ് കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നം വന്നത് എന്നുണ്ടെങ്കിൽ അത് എല്ലാ രീതിക്കും പരിഹരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ തയ്യാറെടുക്കുന്നു. യെസ്, 9 ഓഫ് വാണ്ട്സ് ആണ്. എത്രത്തോളം ഭയമുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ പൂർണ്ണമായ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു യാത്രയിലാണ് അവർ. അതിനായുള്ള ഒരു വെളിച്ചവുമായിട്ട് അവരായിട്ട് തന്നെ കാത്തിരിക്കുകയാണ് ആ ഒരു കറക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട്. കൃത്യമായ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെറുതെ വന്നിട്ട് വെറുതെ പോവുക എന്നുള്ളതല്ല ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം. എല്ലാ രീതിക്കും ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണം. ഈ ഒരു ചിന്ത തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് മനസ്സ് നിറഞ്ഞ് ഉള്ളത്. 3 ഓഫ് വാണ്ട്സ് ആണ്. again സെയിം തന്നെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അവർ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ ഈ ഒരു വെളിച്ചവുമായിട്ട് പ്ലാനിങ്ങിൽ വരെ എത്തി എന്നുണ്ടെങ്കിൽ ഈ ഒരു കടൽ കടന്നാൽ അല്ലെങ്കിൽ ഈ ഒരു പുഴ കടന്നാൽ അപ്പുറത്ത് നിങ്ങളാണ്. അപ്പൊ ആ ഒരു യാത്രയിലേക്ക് എല്ലാ രീതിക്കും അവർ പ്രിപ്പയർ ആയി കഴിഞ്ഞു. അവർ തോണി വരെ അവരുടെ കയ്യിലുണ്ട്. അതായത് എല്ലാ രീതിക്കും അവർ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക്. ഇനി ആ ഒരു കാര്യങ്ങൾ എങ്ങനെ വേണം, ഏത് ഡയറക്ഷനിൽ വേണം എന്നൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ വരവിന് വേണ്ടിയിട്ട് ഇവർ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു എനർജിയിലാണ് നമുക്കിവിടെ കാണുന്നത്. 7 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ആ ഒരു ഹൈഡിങ് ഒക്കെ തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത്. ഈ ഒരു വ്യക്തി അന്നേ നിങ്ങളുടെ കാര്യത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഒരുപക്ഷെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു പ്രശ്നം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുകയില്ലായിരുന്നിരിക്കാം. ഇത് ഇവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് മറച്ചു വെച്ചു. അത് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, ഒരുപക്ഷെ നിങ്ങൾ വിട്ടുപോവാതിരിക്കാനായിരിക്കാം ചിലപ്പോൾ. പക്ഷേ എല്ലാം കൂടെ ഒരു നിമിഷം അറിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു person എന്ന് പറയുന്ന ഒരു trust ഇല്ലാതെയായി പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അവരും ആകെപ്പാടെ complicated ആയ ഒരു അവസ്ഥ. relationship ൽ എല്ലാ രീതിയിലും ഒരു struggle ചെയ്യേണ്ടി വന്ന ഒരു situation. അങ്ങനെ വന്ന ഒരു സമയത്താണ് ഈ ഒരു person നിങ്ങളുടെ life ൽ നിന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോയിരിക്കുന്നത്. ഒരക്ഷരം പോലും മിണ്ടാതെ ഇറങ്ങി പോയതിൽ ഇപ്പൊ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവർ ചെയ്തത് തെറ്റായി പോയല്ലോ എന്നൊരു ചിന്ത അവരിലുണ്ട്. പക്ഷെ ആ ഒരു തെറ്റ് തിരുത്താനായിട്ട് നിങ്ങളുടെ person എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ intensity ആ ഒരു തീവ്രത മനസ്സിലാക്കിയിട്ട് സ്വയം തിരുത്തി തയ്യാറായി തിരിച്ചു വരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഹൈ പ്രീസിയസ് ആണ്. അവർ ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വെച്ചിട്ട് നിങ്ങളെ എത്രയും വേഗം ആ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് തിരിച്ചു തരണം എന്ന് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് അടുപ്പം കൂടി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സന്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആ ഒരു വ്യക്തി അറിയാതെ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഒരുപാട് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലും പ്രാർത്ഥനകളിലും ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ ഇതെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ മിറാക്കിൾ എന്നല്ല, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ വേദനയും പ്രാർത്ഥനയും എല്ലാം തന്നെ ഈ ഒരു ദൈവിക ശക്തിയായിട്ട് കേട്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. നിങ്ങൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തികളായിരുന്നിരിക്കാം. ഒരുപാട് വേദനകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് പോയപ്പോൾ ഉണ്ടായ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ പറയുന്നത് തീർത്തും ഒരു വേദനാജനകമായ ഒരു അവസ്ഥ തന്നെയാണ്. അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും അതുപോലെ ഈ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയും എല്ലാം തന്നെ ഈ ഒരു യൂണിവേഴ്സ്, അതായത് ഈ ഒരു മദർ യൂണിവേഴ്സ് കേട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു വലിയ ഒരു സക്സസ് ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടിട്ട്. ആ ഒരു എനർജി ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരുപാട് യൂണിവേഴ്സൽ സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. എന്താ പറയാ, റിപ്പീറ്റ് ചെയ്തുള്ള ഒരു ഏഞ്ചൽ നമ്പേഴ്സ് 1111111, അതുപോലെ 369, 1212, ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നവരായിരിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ ബട്ടർഫ്ലൈസ്, വൈറ്റ് ബട്ടർഫ്ലൈസ്, യെല്ലോ, ബ്ലൂ ബട്ടർഫ്ലൈസ്, ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു വൈബ്രേഷൻ വരിക, പെട്ടെന്ന് ഈ ഒരു പേഴ്സന്റെ ചിന്തകൾ വരിക, ഒരു നെഞ്ചിടിപ്പ് വരിക, പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് നിറയുക, ഈ ഒരു ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഈ അടുത്തായിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു വലിയ മാറ്റമാണ് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവരുടെ മനസ്സിലൂടെ ഈ ഒരു ചിന്തകളെല്ലാം തന്നെ കടന്നു പോവുകയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു മനസ്സിലേക്കുള്ള ഒരു യാത്രയിലേക്ക് നമ്മൾ പോയപ്പോഴേക്കും അവിടെ കൂടുതലായിട്ട് ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു പേഴ്സന്റെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. മറ്റെന്ത് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാലും, തേർഡ് സിറ്റുവേഷൻ, ഫാമിലി, മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവരിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ചധികം ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടായിരിക്കാം, അവരുടെ ചിന്താഗതികൾ വ്യത്യസ്തമായിരിക്കാം, എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവർക്ക് അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത്രയും ഒരു സ്നേഹം നിറഞ്ഞ ഒരു മനസ്സോടുകൂടി തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഒന്നും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നില്ല. അത് അങ്ങനെയാണ്, ഒരു ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു തീവ്രത രണ്ടുപേർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം പലപ്പോഴും, ഒന്നും വേണ്ടായിരുന്നു അല്ലെങ്കിൽ ചോദിക്കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നി കാണുമായിരിക്കും. തീർച്ചയായിട്ടും അതിന്റെ ഒരു 4 ഇരട്ടി ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും. അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടെടുക്കാനായിട്ട് അവർക്ക് ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഫാമിലി ഒക്കെ ആണെങ്കിൽ തുറന്നു പറയാനുള്ള ഒരു ഭയം, അതൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ടായിരുന്നു. അവർക്കൊരു ഭയമൊക്കെ ഉണ്ട്. പക്ഷെ ഭയം ഉണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ടിട്ട് ധൈര്യം സംഭരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് വരണം. ഈ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതും. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന്, ഈ ഒരു യൂണിവേഴ്സിന് നിങ്ങളോട് പാസ് ചെയ്യാനുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കാം ഈ ഒരു സമയത്ത്. അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്? സക്സസ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് തീർച്ചയായിട്ടും വിജയമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെ ആവുകയില്ല. നിങ്ങളുടെ വ്യക്തി തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതാണ്. അതിലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നതാണ്. നമുക്കിവിടെ 4 of Wands വന്നിട്ടുണ്ട്. അതായത് സെലിബ്രേഷൻ കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് പോലുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ തരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. 2 of Cups ആണ്. നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അത്രത്തോളം തീവ്രമായ ഒരു പ്രണയം അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവർ ആദ്യമേ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഇവരുടെ അടുത്ത് തുറന്ന് സംസാരിക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും വേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.
ബി അസർട്ടീവ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു തന്നെ മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം, ഈ ഒരു സ്നേഹം തീർച്ചയായും നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് ക്ലോസ് ആവശ്യമില്ലെങ്കിലും നമുക്ക് കുറച്ച് ക്ലോസ് നോക്കാം. കാരണം നമുക്കിവിടെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട്. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അശ്വതി എന്നൊരു സ്റ്റാർ, എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഭരണി സ്റ്റാർ വന്നിട്ടുണ്ട്. ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്, എസ് അഗൈൻ വന്നിട്ടുണ്ട്. വി വന്നിട്ടുണ്ട്. 38 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം, ഓഗസ്റ്റ് 30, 28. ഇത് ഏജ് ആയിട്ട് നിങ്ങൾക്ക് ഡേയ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. 44. നമുക്കിന്ന് നമ്പേഴ്സ് കുറെ വരുന്നുണ്ട്. എസ് അഗൈൻ വന്നിട്ടുണ്ട്. ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 25 വന്നിട്ടുണ്ട്. അശ്വതി വീണ്ടും വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ ആണ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ക്ലൂസ് ആണ് നോക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു ക്ലൂസ് മാത്രമല്ല, തീർച്ചയായിട്ടും ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.